അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വാവല്ലേ, കർക്കിടക വാവാണ്. രാവിലെ ഞങ്ങൾ 3:45 നീട്ടിട്ടോ പുലർച്ചെ. ഞാനും രാജേട്ടനും നീറ്റ് പിന്നെ കുളി ഇവിടുന്ന് കഴിച്ചില്ല, എന്തായാലും അവിടെ പോയിട്ട് മുങ്ങി കുളിക്കാനൊക്കെ ഉള്ളതല്ലേ. അത് പിന്നെ അങ്ങനെ നീച്ച് പോകുമ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും 4:15 ആയിട്ടോ. അപ്പോഴേക്കും ഫസ്റ്റത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബലിയിടേണ്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല മഴയാണ്, ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറച്ച് നേരമൊക്കെ വരിക്കൊക്കെ നിന്നു. ഇത് കഴിയുമ്പോഴേക്കും 5:30 ആയി. പിന്നെ അവിടെ നിന്ന് തന്നെ എന്തുണ്ടായിരുന്നു വെച്ചിട്ടാ, നമ്മൾ ഈ ഉണങ്ങല്ലരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടായിരുന്നു. ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കുടിച്ചു. രാജേട്ടനൊന്നും കുടിച്ചില്ല കേട്ടോ, ഞാനൊരു പുറത്ത് നിൽക്കരുത്, കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരവിടെ വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും 6 മണിക്ക് എത്തി. ചോറ് ഞാൻ ഇറക്കി വെച്ച് പോയതായിരുന്നു, തിളപ്പിച്ച് ഇതാക്കിയിട്ട്. ഇവിടെ ഒന്ന് രാജേട്ടനും കുട്ടികൾക്കൊക്കെ ലീവല്ലേ ഉണ്ടായിരുന്നു. അപ്പം ചോറൊക്കെ വാർത്ത് വെച്ചു. ദോശയൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ടാവും, ദോശമാവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവരുണ്ടാക്കി തോന്നി. പിന്നെ കറി അവർ വെച്ചല്ലോ, സാമ്പാറല്ലേ, വെണ്ടയ്ക്കൊക്കെ കിട്ടുന്നു. മുരിങ്ങക്കായൊക്കെ കിട്ടുന്നു. സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ സ്പെഷ്യൽ വേറെ എന്താ പയറുപ്പേരി, അത് ഇത്രയുള്ളൂ. പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താ സോയാബീനോ, ഇതമ്മ ഉണ്ടാക്കിയതാ, കിഴങ്ങും സോയാബീനൊക്കെ ഇട്ട്. പിന്നെ ചോറിട്ട് മറ്റേത് നമ്മൾ കർക്കിടക മാസം ഈ വാവ് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം നമ്മൾ ഇറച്ചിയൊക്കെ മേടിച്ച് ചിക്കനോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പൂജയെ കഴിക്കട്ടോ. നമ്മൾ കഴിക്കില്ല, ശരിക്കത് നമ്മളെ മക്കളെ വീട്ടിലെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിവിടെ അച്ഛനും അമ്മയ്ക്കും ബലിയിട്ടു. അപ്പോൾ ഇവിടെ പിന്നെ ഇവർക്കൊക്കെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതാവുകൊണ്ട് ഇവിടെ ഒന്നും അവർ ചെയ്യണില്ല. മക്കളെ വീട്ടിലൊക്കെ ശരിക്കും ചെയ്യുന്നുണ്ടാവുക ഇങ്ങനെ. നമുക്ക് ഇവിടെ എന്താ പറയുക, കർക്കിടക മാസം 12 ദിവസമെങ്കിലും കഴിയണ്ടേ. അപ്പോൾ പിന്നെ ഇറച്ചി മീനൊന്നും എപ്പോഴും കൂട്ടാൻ പറ്റില്ല കേട്ടോ. ആ വരുന്നത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ സോയാബീനും ഒക്കെ വെച്ചിട്ട് നമുക്കിന്ന് ചോറുണ്ട്. ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ, ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. അപ്പം ഇനി വന്നാൽ വേഗം ഉണ്ണട്ടെ. ഇനി ഉണ്ടിട്ട് ബാക്കി പറയാം നമുക്ക്. കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. കുറച്ച് നേരം കിടന്നിട്ട് ചായ ഉണ്ടാക്കുന്ന കട്ടൻ ചായ. അതെന്നാ ചായ കുടിച്ചിട്ട് ഇനി പണികൾ നോക്കാം. പണികൾ ചില അമ്മൂട്ടിന്ന് കുറേ തിരുമ്പിട്ടുണ്ട്, മക്കളൊന്നും ഉണ്ടാവുകൊണ്ടേ ലീവല്ലേ. അപ്പോൾ തിരുമ്പിയിട്ടുണ്ട്. തോരടാനാണ് ഇപ്പം ഇനി സ്ഥലമില്ലാത്തത്. കാരണം എന്താ വെച്ചിട്ടാ ഒക്കെ അങ്ങനെ കിടക്കന്നെയാണ്. വെള്ളം ഒന്നുകൂടി വാർത്തിട്ട് ഉള്ളിക്കിടാച്ചിട്ട്. അപ്പോൾ നമുക്ക് ചായക്ക് എന്താ പറയുക കടി, അവിൽ കണ്ടോ, അവിലുണ്ട്. ഇത് നമ്മൾ തേങ്ങ ശർക്കരയൊക്കെ എന്താ കാണാല്ലേ അവിൽ. ഈ അവിലുണ്ടല്ലോ തൽക്കാലം ചായയിലിട്ട് കഴിക്കുക. തേങ്ങ ഇല്ല കേട്ടോ, തേങ്ങ ഇന്നലെ ഞാൻ ഓടുന്നു അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഒരിക്കലും ഒന്നിന് വേണ്ടിയിട്ട് നല്ല വിലയാണ് തേങ്ങയ്ക്കൊക്കെ. അപ്പോൾ ഓരോന്നെ കൊണ്ടുവരില്ലുള്ളൂ. അപ്പം പിന്നെ ഇതിലാ ചേട്ടാ ചായ, കട്ടൻ ചായ, ഞാവിലും. പിന്നെ ഇനി കുറച്ച് പണി, ഇന്നലെ നമ്മളവിടെ കുറച്ചൊക്കെ പണികൾ നടന്നു കേട്ടോ. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളിവിടെ ഷീറ്റ് ഇട്ടു. ഇത്ര വരെ നമ്മൾ ഓടാട്ടത് കേട്ടോ. അതെന്താ വെച്ചിട്ടാ, നമ്മൾ കടയത്ത് അവർ പറഞ്ഞു കേട്ടോ, ഈ ഷീറ്റ് ഇട്ടാൽ ഈ പുക ഇങ്ങനെ തട്ടുമ്പോൾ അതിനിങ്ങനെ ഓട്ട വീഴട്ടെ. ഓട്ട വീഴുമ്പോൾ എന്താ വെച്ചിട്ടാ, ഒരു 3-4 കൊല്ലാകുമ്പോൾ വീണ്ടും മാറ്റേണ്ടി വരുന്നുണ്ട്. നമുക്ക് എപ്പോഴെപ്പോഴും മാറ്റലൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ലല്ലോ. തന്നെ 10, 30, 35, 40 അടുത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാജേൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ ഓടുണ്ടായിരുന്നു പഴയത്, ഓട് മേടിച്ചു. പിന്നെ പട്ടിക ഇരുമ്പിൻ്റെയാണ് കേട്ടോ. അതുപോലെ നമ്മളെ ഫ്രണ്ടിലും ഉമ്മർത്ത് കുറച്ച് ഭാഗം ആ സിറ്റ് ഔട്ടിലൊക്കെ നിറയെ വെയിലാകുമ്പോൾ നല്ല വെയിൽ, അതുപോലെ വെള്ളം അതിലിരിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാക്കിട്ടോ. നമ്മളിപ്പോൾ ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മളിപ്പോൾ കടോ അങ്ങനെയൊക്കെ മേടിച്ചിട്ടൊക്കെ ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അത് വീട്ടിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഈ മഴയത്ത് ഞാൻ എപ്പോഴും ഈ വെള്ളത്തിലാവും കേട്ടോ. വെള്ളം ഇങ്ങനെ തുടച്ചെടുത്തിട്ടും ഇതാക്കിയിട്ടും ഇനിയിപ്പോൾ സെറ്റാക്കാനുണ്ട്. രാജേട്ടൻ അവിടെ കുറേ മണ്ണൊക്കെ ഇട്ടിട്ട് വെള്ളം ഇങ്ങോട്ട് ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മഴ പെയ്തപ്പോൾ ഒക്കെ ചളിപിളിയായിരുന്നു.
ഒരു വെയിലും കൂടെ വന്നാൽ നല്ല ഉറച്ച് ശരിയാവും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ കാണുമ്പോൾ നമുക്ക്, കാരണം ഞങ്ങൾ അത്രയും ഇടങ്ങാറായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഇത് പറയില്ലേ, 9 വർഷത്തോളം ഇപ്പോൾ ഈ രാമായണ മാസത്തിൽ പറയണ പോലെ രാമൻ വനവാസത്തിന് പോയി എന്നൊക്കെ പറയില്ല. എന്ന മാതിരി ഞങ്ങൾ 9 കൊല്ലം 10 കൊല്ലത്തിൻ്റെ അടുത്ത് ഞങ്ങൾ വാടകയ്ക്ക് ഇരുന്നുണ്ട്. ഞാൻ ആ സ്ഥലം കാണിച്ചു തന്നിട്ട് ദിവസം. കാരണം അത്ര ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് അത്. അപ്പൂസ് അമ്മൂട്ടി ചെറുതാകുമ്പോൾ നടന്ന സ്ഥലം, പിച്ചേച്ച് നടന്ന സ്ഥലം, അതുപോലെ അപ്പൂസ് ഉണ്ടായതൊക്കെ അവിടെ കേട്ടോ. അപ്പോൾ കാട് കെട്ടി കിടക്കുകയാണ് അവിടെ. എന്നുവെച്ചാൽ ഇപ്പോൾ ആൾക്കാരൊന്നും വല്ല ഞാൻ അന്നൊരു വീഡിയോയിൽ കഥകളീനെ പറ്റിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കഥകളി പറഞ്ഞൊരു മനയൊക്കെ പുതുമല അവരുടെ കേട്ടോ ആ കോർട്ട് ഇത്. അതിൽ നമ്മൾ ഈ ടാപ്പിങ്ങുകാരും ഒക്കെ വന്ന് അവരതിൽ തന്നെ ടാപ്പിങ് വെട്ടുന്ന ആൾക്കാർ വന്ന് താമസിക്കണം കേട്ടോ. പിന്നെ രാജേട്ടനൊക്കെ അറിയണതാവുകൊണ്ട് അന്ന് എനിക്ക് അങ്ങനെ റൂം കിട്ടിയതാണ്. പിന്നെ റൂമുകൾ വാടകയ്ക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കാരണം 2000 3000 അന്നത്തെ കാലത്ത് കേട്ടോ അത്രയും കൊടുത്താൽ കിട്ടുമായിരുന്നു. പക്ഷെ നമുക്ക് അത്ര സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചിട്ടാ അതിനവർ വാടക നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ മേടിച്ചിട്ടില്ല. നമ്മുടെ അവസ്ഥ അറിയാണ്ട് എന്താ അറിയില്ല. അപ്പോൾ അവിടെ ഒരു ദിവസം കാണിക്കാം. അത്രയൊരു ഇതിലുള്ള സ്ഥലമാണ് ഞങ്ങൾക്കത്. അപ്പോൾ അവിടുന്ന് അത് ചെറിയൊരു ഉമ്മറോ ഒരു റൂമിൽ നിന്ന് അങ്ങനെ വന്നതാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഓരോന്ന് കിട്ടുമ്പോഴും നമ്മളപ്പം ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ പൈസ ഒരുപാട് ഉണ്ടായിട്ട് ലോട്ടറി ആയിട്ട് അങ്ങനെയൊന്നുമല്ല. കട വള്ളിയാണെങ്കിലും നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇതാക്കാൻ കഴിയുന്നുണ്ടല്ലോ. പക്ഷെ ഇനിയിപ്പോൾ ഇവിടെ താഴേക്കൊക്കെ മാറേണ്ടത് ഞാനും ഇവിടെ ഇതിൻ്റെ മേലെ കൂടെ ഒക്കെ തുടപ്പും കണ്ണി കണ്ടതൊക്കെ ഉണങ്ങാനിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവരുടെ ചീത്ത പറയുക, കാരണം അമ്മ അതിലേക്ക് കഴക്കി കെട്ടി വൃത്തിയേടാക്കണം പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനത്തെ മഴക്കാലത്ത് നമുക്കതൊക്കെ ഉണങ്ങി കിട്ടും വേണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ മെല്ലിടാനൊക്കെ പോയി വന്നിട്ടേ ചില ആ വെള്ളത്തിൽ മുങ്ങലും ഒക്കെ പാടിയിട്ട് ശ്വാസം മുട്ടുണ്ട്. ആ ഗുളിക വലിച്ചിട്ടാണ് ഞാൻ ആ പുറക്കോട്ട് വലിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ. പക്ഷേ അത് എപ്പോഴും ഇങ്ങനെ മുട്ട, കാരണം അത് മുങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്ഥലം കിട്ടില്ല വെച്ചിട്ട് വേഗം പോയിരുന്നു തല തുറത്താണ്ട്. ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. ശരിക്കും ഇങ്ങനെ ഒരിക്കലും ഉണുമ്പോൾ എല്ലാവരും വേണം. ഇപ്പോൾ ഏട്ടൻ്റെ ചെറിയ ഏട്ടൻ അവിടെ നിന്നിട്ടുണ്ട് നിലമ്പൂർ. ഒക്കെ വണ്ടിയിലും മോട്ടോർസൈക്കിലൊക്കെ പോകണതല്ലേ. ഒക്കെ ഒരാരെ പ്രാരാബ്ദവും കാര്യങ്ങളായിട്ട് കഴിയണം. അപ്പോൾ ഒരു ദിവസം വരുമ്പോഴേക്ക് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എത്തണ്ട നിലമ്പൂരിക്ക്. ഒക്കെ ഒരു റിസ്ക്കാണ് പറഞ്ഞിട്ടേ അവരവിടെ എത്തും. പിന്നെ വലിയ ഏട്ടന് ഇടാൻ പറ്റിയിട്ടില്ല. ഏട്ടനെന്തോ ഇഞ്ചക്ഷനും കാര്യങ്ങളും പൂച്ച മാന്തിയിട്ട് എന്തൊക്കെ ഇഞ്ചക്ഷൻ നിലമ്പൂരൊക്കെ പോയി വെച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വെച്ചു. ഞങ്ങൾ പോയിട്ട് ഇട്ട് പോകുന്നു. ഇനിയിപ്പോൾ പൂജ വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. ചിക്കനൊക്കെ നോലുമ്പ് ഇനിയിപ്പോൾ നമുക്ക് 13 ദിവസം 12 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇതാക്കാം, ചിക്കനൊക്കെ മേടിക്കാം. അപ്പോൾ ഈ സിറ്റ് ഔട്ടിലും കൂടെ അത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ വെള്ളം കേട്ടോ. ഞാനൊന്ന് തുടച്ചിട്ട് ഞാൻ കോഴികൾ വന്നിട്ട് ഇവിടെ കപ്പിട്ടിട്ടേ കണ്ടാ നല്ല മതി. ഇതിപ്പോൾ ഉള്ളവർക്ക് ഇത് വലിയ കാര്യമൊന്നും ആവില്ല. പക്ഷെ നമുക്കിത് കാണിക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ നമുക്ക് സന്തോഷം കേട്ടോ. ഉള്ളവർക്കിപ്പോൾ വലിയ പുതുമയൊന്നാവില്ല. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അവിടെ നിന്ന് നോക്കുമ്പോഴല്ലോ വലിയ വീടുകൾ ഞാൻ മുറിയോട് പറയാൻ പറ്റും നമ്മൾ ഇതായി ഇങ്ങനെ കാണുമ്പോൾ അത് സന്തോഷം കൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷം. ഈ ചായ കുടിക്കട്ടെ. രാജനും കുടിച്ചോളേ. കുട്ടികൾക്ക് ഇതൊന്നും വലിയ ഇഷ്ടമല്ല. അവർ ഇങ്ങനെ തേങ്ങയും ആ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ടാണെങ്കിൽ അവർ കഴിക്കട്ടോ. എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഞാനിതാ ഇങ്ങനെ കുടിക്കട്ടെ. രാവിലെയൊക്കെ ചായയിൽ കുറച്ച് അവിലിട്ടിട്ട് ഞാൻ നേരത്തേക്ക് പോകില്ല. ലാബിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ കുടിച്ചു കുറേ നേരത്തേക്ക് വിശക്കില്ല. വയറിൽ അങ്ങനെ കിടന്ന് വേർക്കും. ഇതെങ്ങനെ രസാട്ടോ. അപ്പോൾ വേട്ടോ ശ്വാസം മുട്ടുണ്ട്. പറയുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു തിങ്ങലിങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ഉണ്ടാവും. കാരണം 2 നേരം 3 നേരമുള്ള മുങ്ങിക്കുളിയൊക്കെ പാടായിട്ട്. അപ്പോൾ ചായ കുടിക്കട്ടെ. അതിന് കുറച്ച് പരിപാടി കൂടെ ഉണ്ട്. പെരുന്തൽമണ്ണയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ.
അപ്പം നമ്മളെ ഇപ്പം എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ പോയിട്ട് വേണ്ട ആവശ്യം കൊണ്ടാണ് പോയിരുന്നു. വന്നപ്പോഴേക്കും വഴുകി. അതില്ല ചോറ് ഉച്ചയ്ക്ക് ചോറുണ്ടാകും, അത് തിളപ്പിച്ച് വറക്കാൻ ചുക്കുള്ളൂ. ഞാൻ പുറത്തടുപ്പത്ത് വെക്കേണ്ട ആവശ്യത്തെ കറിയൊക്കെ ഉണ്ട്. സാമ്പാർ ഉച്ചയ്ക്ക് വെച്ച് സാമ്പാറൊക്കെ ഉണ്ട്. കൊണ്ട് വന്നപ്പോഴേക്കും നമ്മളെ പുഴകളൊന്നും കയറാതെ കൂടിക്കലായി നിൽക്കുന്നു കേട്ടോ. പിന്നെ നായ്ക്കൾ കുറുക്കന്മാരെ കൊണ്ടുപോകും മേടിച്ചു, ഒന്നും കൊണ്ടുപോയിട്ടൊക്കെ അതിൻ്റെ മേടിക്കുന്നു. പിന്നെ വന്നപ്പോഴേക്കും ഇത് നമ്മുടെ വാഴക്കല്ലേ കൊല കാണാൻ പറ്റുന്നുണ്ടോ? വാഴക്കൊലൊക്കെ പൊളിഞ്ഞടി കണ്ടോ? കുറച്ച് കണ്ടോ? അതൊക്കെ പൊളിഞ്ഞടി. ഇപ്പൊ വെട്ടണില്ല, ഇനി രാവിലെ അത് വെട്ടണം. അല്ലെങ്കിൽ ഇപ്പൊ പന്നിയാളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നത്. പന്നിയാൾ തിന്നോ? പഴം തിന്നൂല പന്നിയാൾ? അത് വെട്ടി വെക്കണം. അപ്പോൾ കുറേ വിശേഷങ്ങൾ ഇടണമെന്നൊക്കെ വിചാരിച്ചാട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു കുക്കിങ്ങിൻ്റെ ഒക്കെ ഇടണം വിചാരിച്ചു. അന്നൊന്നും പറ്റിയില്ല. നമ്മൾ പോയി വരുമ്പോൾ ഒക്കെ പാടയപ്പോൾ. അപ്പം ഇതാ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. ഒന്ന് ചോറായി ഇതൊന്ന് തിളച്ച് വന്നാൽ വാക്ക ചോറുന്ന പാത്രങ്ങൾ കഴുകുക കിടക്കുക. ഒന്നാമതേ എല്ലാവരും ടയർഡാണ്. രാവിലെ ടയർഡാണ്. കാരണം രാവിലെ നല്ല 3:45 എണീറ്റെന്ന് രാവിലെ ഇടാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി വേഗം കിടന്നാൽ മതി എന്നായിരുന്നു. ഇപ്പം നാളെ മക്കൾക്കൊക്കെ സ്കൂളുണ്ട്. എന്നാൽ നിർത്തേട്ടോ. പോരേനെ.